1973 മാർച്ച് മാസം 19-ആം തീയതി സോൺ ട്രെയിൻ സ്കൂളിലെത്തി. അതൊരു പഴയ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ഓഫീസ് തൃശ്ശാപ്പള്ളിയായിരുന്നു. സൗത്തിലുള്ള സതേൺ റെയിൽവേ, ഇന്നത്തെ സതേൺ റെയിൽവേ അന്നില്ല. സൗത്ത് ഇന്ത്യൻ റെയിൽവേ, സതേൺ മറാത്ത റെയിൽവേ, മദ്രാസ് സ്റ്റേറ്റ് റെയിൽവേ, അങ്ങനെ പല റെയിൽവേ കമ്പനികളായിരുന്നു. ബ്രിട്ടീഷുകാർ നടത്തുന്ന റെയിൽവേ കമ്പനികളായിരുന്നു. അതുപോലെ കമ്പനിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഏജൻറ്റ്. ഈ ഏജൻറ്റ് താമസിക്കാനുള്ള വീട് തൃശ്ശാപ്പള്ളി ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ കോൺഗ്രിഗേഷൻ സെൻ്ററായിരുന്നു. ഒരുപാട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ അവർക്ക് കൂടുന്ന അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്ക് തന്നെ ഏറ്റവും വലിയ ആൾ ഈ റെയിൽവേയുടെ ഏജൻറ്റ് ആയിരുന്ന ഇന്നത്തെ ജനറൽ മാനേജർ ആയിരുന്ന അദ്ദേഹമായിരുന്നിരിക്കണം അന്നത്തെ അവരുടെ ബ്രിട്ടീഷുകാരിലെ ഏറ്റവും വലിയ ആൾ. അപ്പോൾ അവരുടെ ഈ ഡാൻസ്, ബോൾ റൂം ഡാൻസ് ഇതൊക്കെ നടത്തക്ക രീതിയിൽ ആണ് ആ വീടുണ്ടാക്കിയിരുന്നത്. എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന അതിന് വളരെ വലിപ്പമുള്ള, അതിനേക്കാളൊക്കെ വളരെ വലിപ്പമുള്ള ഒരു വീടായിരുന്നു ഈ ചമ്മറി എന്ന് പറയുന്നത്. അന്ന് തന്നെ ഒരു 100 വർഷത്തിനൊക്കെ മുകളിൽ, 100ഒന്നുമല്ല, ഒരു 100-150 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബിൽഡിംഗ്. 2 നിലയുണ്ട്. ഓരോ നിലയ്ക്കും ഒരു 15 അടി വീതം ഹൈറ്റുണ്ട്. അങ്ങനെ അതിനകത്താണ് ഞങ്ങളിങ്ങനെ ലൈനായിട്ട് കുറേ കട്ടിലുണ്ട്. എല്ലാവർക്കും ഒരു ചെറിയ പേഴ്സണലായിട്ടുള്ള കബോർഡും സാധനങ്ങളൊക്കെ വെക്കാൻ കിട്ടിയിരുന്നു. കോമണായിട്ട് കുറേ ലൈനായിട്ട് കുറച്ച് ബാത്റൂം, ലൈനായിട്ട് കുറച്ച് ടോയ്ലറ്റ്. റെയിൽവേയിൽ അന്നുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, റെയിൽവേയുടെ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യാൻ ഇഷ്ടം പോലെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. അതുപോലെ റെയിൽവേയിലുണ്ടായിരുന്ന വേറൊരു പ്രത്യേകതയാണ് ഇഷ്ടം പോലെ വെള്ളം. തൃശ്ശാപ്പള്ളി, തമിഴ്നാട് മൊത്തം വെള്ളത്തിന് വളരെ ദാരിദ്ര്യമുള്ള സമയത്തും സോൺ ട്രെയിൻ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഉള്ള എല്ലാ ടാപ്പുകളിലും 24 മണിക്കൂർ നല്ല കാവേരി വെള്ളം കിട്ടുമായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവരല്ലാത്ത മറ്റ് സംസ്ഥാനക്കാർക്ക്, ആന്ധ്രാപ്രദേശിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവർക്ക്, തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇത്രയും വെള്ളം തന്നെ വലിയൊരു ഉത്സവമായിരുന്നു. അവർ രാവിലെയും വൈകുന്നേരമൊക്കെ കുളിക്കും. അവധി ദിവസങ്ങളിൽ കുളിച്ചിട്ട് തോർത്താതെ നടക്കുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ സുഖം ആസ്വദിക്കുക എന്നാണ് അവർ പറയുന്നതിന്. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ. അപ്പം എനിക്ക് അവിടെ എൻ്റെ അടുത്ത ബെഡ് ഒരു ഗോപിനാഥൻ ഉണ്ണിയാണ്, പാലക്കാട് നിന്ന് ഞങ്ങളുടെ ബാച്യത്തിനുള്ള. അദ്ദേഹം നേവിയിൽ നിന്ന് ഒരു 10 കൊല്ലം സർവീസ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളാണ്. അടുത്തടുത്ത ബെഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തു. എനിക്ക് കയറുമ്പം തന്നെ സ്കൂളിൽ ഞങ്ങൾ അകത്തേക്ക് കയറുമ്പം പുറത്തേക്ക് ഒരാൾ കുളിച്ച് റെഡിയായി ഒരു കാഷ്വൽ ഡ്രസ്സിൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അയാൾ ഞങ്ങളെ കണ്ടുകൊണ്ട് നിന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് സംസാരിച്ചു. പുതിയ ProAS ആണല്ലേ എന്ന് ചോദിച്ചാൽ അതെ. എൻ്റെ പേര് MGK നമ്പ്യാർ. ഞാൻ നിങ്ങളെക്കാൾ 1 മാസം സീനിയറായിട്ടുള്ളൊരു ProAS എന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ പോവാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് അവിടെ വാർഡൻ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം പോയിട്ട് അവിടെ പേര് കൊടുത്ത്, നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്ത് മസ്റ്റർ റോളിൽ പേരെഴുതി ഒപ്പിടണം. നിങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക സിഗ്നേച്ചറാണ് ഇന്ന് നിങ്ങളിടുന്നത്. നിങ്ങളതോടുകൂടി ജോയിൻ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 10 വർഷത്തെ റെയിൽവേ സേവന പശ്ചാത്തലമുണ്ട്. എനിക്ക് ഈ നാട്ടിൻപുറത്തുനിന്ന് പോയതിൻ്റെ ഒരു ചെറിയ അരക്ഷിതബോധം ആ മഹാനഗരത്തിലുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പടന്നു കയറാനൊരു കമ്പ് വേണമായിരുന്നു. അതൊന്ന് ഈ നമ്പ്യാരേട്ടനും മറ്റൊന്ന് ഗോപിനാഥൻ ഉണ്ണിയായിരുന്നു. ഉണ്ണി നേവിയിലെ സർവീസിൽ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ആളാണ്. നമ്പ്യാർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാ തെക്കേ ഇന്ത്യൻ ഭാഷകളെയും മാതൃഭാഷ പോലെ സംസാരിക്കാൻ കഴിവുള്ളൊരു ബഹുഭാഷാ പണ്ഡിതൻ കൂടെയാണ് ഈ നമ്പ്യാർ. അപ്പോൾ എനിക്ക് ആധുനിക ജീവിതത്തിൻ്റെ ഒന്നും അന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കേണ്ട എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഗോപിനാഥൻ ഉണ്ണിയാണ്. ഒരു പേസ്റ്റിൻ്റെ അടുത്ത് ഒരു ബ്രഷിൻ്റെ അടുത്ത് കുറേ പേസ്റ്റ് വെച്ച് വായിലിട്ട് അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്ന എന്നെ അതല്ലാതെ ശാസ്ത്രീയമായി എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് എന്ന ബാലപാഠം പഠിപ്പിച്ചു തന്നത് ഗോപിനാഥൻ ഉണ്ണിയാണ്. അദ്ദേഹം പറയും ഇതിനൊന്നും ഒരു ആക്ഷേപം തോന്നേണ്ട കാര്യമില്ല. ഞങ്ങൾക്കൊക്കെ ഞാൻ ബോയ്സ് നേവി ചേരുമ്പം ഞങ്ങൾക്കൊക്കെ ഇതൊരു ക്ലാസ്സാണ്. എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെയാണ് മുടി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടൈ കെട്ടേണ്ടത്, എങ്ങനെയാണ് ഷൂവിൻ്റെ ലേസ് കെട്ടേണ്ടത്, ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്.
ഇവിടെ അതൊന്നും ആരും പഠിപ്പിച്ചു തരികയില്ല. കാരണം അവർക്കൊരു മുൻവിധിയുണ്ട്, നമുക്കിതെല്ലാം അറിയാവുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും പഠിക്കുന്നതിനകത്ത് മോഹൻ്റെ ഒരു ആക്ഷേപവും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സിവിൽ പാൻസ് ഇല്ലായിരുന്നു. കാക്കി പാൻസ് അവിടുത്തെ യൂണിഫോമിൻ്റെ ഭാഗമായി ആവശ്യമായതുകൊണ്ട് 2 കൊണ്ടുപോയിരുന്നു. മറ്റ് കളറിലുള്ള പാൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ എൻ്റെ ഈ സുഹൃത്തുക്കളുമായിട്ട് പങ്കിടാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. കുറച്ച് ഷർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ നമ്പ്യാരും ഞാനും കൂടെ തൃശ്ശാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് തൃശ്ശാപ്പള്ളി ടൗണിലേക്ക്, അതായത് മെയിൻ ഗാർഡ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലഭാഗത്തേക്ക് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യും. ഈ കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ചേർന്ന് ഒരു പോലീസ് ട്രെയിനിയുടെ ഛായയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്പ്യാരെ കണ്ട ആരും പലരും ടിക്കറ്റ് ചോദിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ദിവസം ടിക്കറ്റ് ഇല്ലാതെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് ബസ്സുകളിൽ. പ്രൈവറ്റ് ബസ്സായിരുന്നു, ഇഷ്ടംപോലെ ബസ്സുകൾ. ഇവിടെ ആദ്യത്തെ ദിവസം ഹോസ്റ്റലിൽ അഡ്മിഷനായി. ആദ്യത്തെ ഒരു സഹിക്കാൻ പറ്റാത്തൊരു അനുഭവം അവിടുത്തെ ക്യാൻറ്റീനായിരുന്നു. ക്യാൻറ്റീനിൽ പോയപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് കമ്പൽസറി ആണോ അല്ലയോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. പുറത്ത് ഭക്ഷണം കിട്ടുന്ന കാര്യത്തെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചപ്പം അത് വളരെ അരോചകമായ ഭക്ഷണമായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്, അതെന്താണെന്ന് വ്യക്തമായി ഓർക്കുന്നില്ല, അതും കഴിച്ചു. പുറത്തു പോയി ക്ലാസ്സിൽ പോയി. 10 മുതൽ 5 വരെ ആയിരുന്നു ക്ലാസ് എന്നാണ് എൻ്റെ ഓർമ്മ. 10 മണിക്ക് മുമ്പ് 9:30 മണിക്ക് ഞങ്ങളവിടെ എല്ലാവരും ഫോൾ ഇൻ ആകണം. പുറത്തൊരു പ്രയറുണ്ട്. ഈ പ്രയറിന് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ദിവസങ്ങളെല്ലാം സോണൽ ട്രെയിൻ സ്കൂളിൻ്റെ സൂപ്രണ്ടൻറ്റ് അദ്ദേഹമാണ് അതിൻ്റെ ഭരണാധികാരി. അവിടെയുള്ള ഒരേ ഒരു റെയിൽവേ ഗസറ്റഡ് ഓഫീസർ. അദ്ദേഹം അതിന് വന്നെന്നും സംസാരിക്കും. അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യനായിരുന്നു, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആംഗ്ലോ ഇന്ത്യനായിരുന്നു, സാക്യൂസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലായി നമ്മളെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ചില സിനിമാ കഥാപാത്രങ്ങളെ പോലെ അന്നത്തെ ചീഫ് ഇൻസ്ട്രക്ടർ എൽ ഖാദർ ഖാൻ നിൽക്കുന്നുണ്ടാവും. മറ്റ് ഇൻസ്ട്രക്ടർമാരെല്ലാം ബോട്ടായി കെട്ടിയിട്ട് വരിയായിട്ട് ഇങ്ങനെ സൂപ്രണ്ടിൻ്റെ 2 സൈഡിലുമായിട്ടുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ റെയിൽവേയിലെ ഔദ്യോഗികമായ അച്ചടക്കത്തെ പറ്റി ഞങ്ങൾക്കൊന്നും വലിയ വിവരമില്ലായിരുന്നു. ഇവരൊക്കെ റെയിൽവേ സ്റ്റാഫാണ്. അപ്പോൾ അവരുടെ ഒരു വലിയ ഓഫീസറാണ് നടുക്ക് നിൽക്കുന്നത്. പിൽക്കാലത്ത് അതിൻ്റെയൊക്കെ ഭാഗം ഞാനുമായി. അപ്പോൾ അവിടെ നിന്ന് രാവിലെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ. ആദ്യം അവിടെയുള്ളത് പ്രയറാണ്. 3 സമുദായത്തിൻ്റെയും, ഹിന്ദു സമുദായത്തിൻ്റെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ പ്രയർ പറയണം. അത് കഴിഞ്ഞിട്ട് ആണ് ഈ പ്രിൻസിപ്പലിന് സൂപ്രണ്ടൻ്റ് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പുതിയ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്ത്, ഏതെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിനെയൊക്കെ സ്വാഗതം ചെയ്ത്, പുതിയ ബാച്ചിന് അവർ പോകേണ്ട ഹോൾ നമ്പറും പറഞ്ഞു തന്നാണ് അത് പിരിയുക. അങ്ങനെ ഞങ്ങൾ മോഡൽ റൂമിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു ക്ലാസ് റൂമിലേക്കാണ് പോയത്. 30-32 പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. മൈസൂർ ഡിവിഷനും പാലക്കാട് ഡിവിഷനും ആയിരുന്നു കൂടുതലും. മധുരയും ട്രിച്ചി ആരോ 1-2 പേരുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യമായി ഓർക്കുന്നില്ല. അന്ന് ഞങ്ങൾക്ക് ആദ്യം ക്ലാസ്സിലേക്ക് വന്നത് BN ഗോപാൽ എന്ന GRS ഇൻസ്ട്രക്ടറാണ്. അദ്ദേഹം മധുര ഡിവിഷനിലെ ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. അവിടുത്തെ അധ്യാപകരും മറ്റുള്ള ആൾക്കാരും സ്ഥിരം സ്റ്റാഫല്ല. എല്ലാ ഡിവിഷനിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ടീച്ചിങ് പോസ്റ്റിലേക്ക് വേണ്ടി വരുന്ന അവർക്ക് ടീച്ചിങ് അലവൻസ് ഉണ്ട്. പിന്നെ തൃശ്ശാപ്പള്ളിയിൽ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ഒക്കെയാണ് പൊതുവെ അങ്ങോട്ട് വരാറുള്ളത്. അതുകൊണ്ട് അവിടെ മലയാളി അധ്യാപകർ വളരെ കുറവായിരുന്നു. ട്രെയിനീസ് അധികവും മലയാളികളായിരുന്നപ്പോൾ പോലും കേരളത്തിൽ നിന്നുള്ള ഒരു മിസ്റ്റർ കൈമൾ, ഒരു VRG മേനോൻ, ഇവരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന മലയാളി അധ്യാപകർ. ബാക്കിയെല്ലാം തൃശ്ശാപ്പള്ളി ഏരിയയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ തൃശ്ശാപ്പള്ളി എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ആയിരുന്നു അവിടെ ഈ ടീച്ചിങ് പൊസിഷനിലേക്ക് വന്നിരുന്നത്. BN ഗോപാലൻ ഒരു മധുര ഡിവിഷനിലെ കുറച്ച് സർവീസുള്ള 50 വയസ്സിനടുത്ത് പ്രായമുള്ള തടിച്ച ശരീരമുള്ള ഒരു, നമ്മൾ പലപ്പോഴും പല പരസ്യത്തിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും എന്നെ ഗോപാലിനെ ഓർപ്പിക്കാറുണ്ട്. അങ്ങനൊരു ദേഹമാണ് വന്നത്. വളരെ സിൻസിയറായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹമായിരുന്നു ഞങ്ങളെ ജനറൽ റൂൾസ് ഓഫ് സേഫ്റ്റി പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു.
ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ അലോട്ട്മെൻറ്റ് ടെലഗ്രാഫി ആയിരുന്നു. ടെലഗ്രാഫി എന്ന് പറഞ്ഞാൽ 3 മാസം ഞങ്ങൾക്ക് ടെലഗ്രാഫി പഠിക്കണം. മോർസ് കോഡ് എന്നാണ് അതിന് പറയുന്നത്. ഇന്ന് ഇന്ത്യൻ റെയിൽവേയിലും ഇല്ല, കമ്പി തപാലിലും ഇല്ല. റെയിൽവേ ഒരു കാലത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് ടെലഗ്രാഫി. എന്ന് തന്നെയല്ല 7 കൊല്ലം ഞാൻ സർവീസ് നടത്തിയപ്പം ഒരു ദിവസം പോലും ഈ സാധനം ഇത് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്ന 30-32 വർഷം സർവീസുള്ള സ്റ്റേഷൻ മാസ്റ്റർമാരിൽ ഒരാളൊഴികെ ഒരാൾ പോലും ഈ മോർസ് കോഡ് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ റെയിൽവേ എപ്പോഴും എമർജൻസിക്ക് പ്രിപ്പയർ ചെയ്യുന്ന വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള പരിശീലനമായിരുന്നുകൊണ്ട് ഇതും പഠിച്ചു വെക്കണം. എല്ലാ സ്റ്റേഷനിലും ഇല്ല. ഈറോഡ് ചില സ്റ്റേഷനിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ടെലഗ്രാഫിസ്റ്റാണ്. അത് വിട്ടാൽ ചെറിയ സ്റ്റേഷനുകളിൽ, ഉദാഹരണത്തിന് ഈറോഡ് വിട്ടാൽ തിരുപ്പൂർ, ബി വഞ്ചിപ്പാളയം, അങ്ങനെ കോയമ്പത്തൂർ പോകുന്ന ടെലഗ്രാഫിസ്റ്റാണ്. ഇങ്ങനെ ഈ ടെലഗ്രാഫ് ലൈൻ പോകുന്നതിൽ നിന്ന് ടാപ്പ് ചെയ്ത് ചില സ്റ്റേഷനുകളിൽ ആണുള്ളത്. ആരും അത് ഉപയോഗിക്കാറില്ല. പതുക്കെ അത് നിർത്തി. ഇന്ത്യൻ റെയിൽവേയിലെ ആ സംഗതിയില്ല. ലോകത്തിലെവിടെയെങ്കിലും ഇതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് പറയാനും കഴിയില്ല. ഇതിന് 3 മാസം ഞങ്ങൾ മെനക്കെട്ടു. അന്ന് ഞങ്ങൾക്കൊരു ഗുണമുണ്ടായിരുന്നത് 12 മണിക്ക് തൃശ്ശാപ്പള്ളി കറണ്ട് പോകും. കറണ്ട് പോയാൽ പിന്നെ മോർസ് ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യില്ല. ബാറ്ററി കൊണ്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും കൊടുത്തിരുന്നില്ല. ഉള്ള എളുപ്പവർക്ക് ചെയ്യായിരുന്നു. എന്തോ അതിനെപ്പറ്റി ആരും ചിന്തിച്ചില്ല ഞങ്ങളുടെ ഭാഗ്യത്തിന്. അതുകൊണ്ട് ഞങ്ങൾ കത്തുകൾ എഴുതിയിരുന്ന ആ സമയത്താണ്. പക്ഷെ കറണ്ട് ഇല്ലെങ്കിലും അവിടെ ഇരിക്കണം. കറണ്ട് 1 മണി വരെ വരികയെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും കറണ്ട് വരും എന്ന പ്രതീക്ഷ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് കത്തുകൾ എഴുതി. അതുകൊണ്ട് സാമാന്യം നന്നായിട്ട് കത്തുകൾ അയക്കുമായിരുന്നു. ഈ കത്തുകൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കത്ത് എഴുതാനുണ്ടായിരുന്നു. വീട്ടിലേക്ക് അയക്കണമായിരുന്നു. എൻ്റെ റിലേറ്റീവ്സിന് പലർക്കും, എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഞാൻ കത്തെഴുതുമായിരുന്നു. അന്ന് രാവിലെ തപാൽ വരും. ട്രെയിൻ സ്കൂളിലേക്കുള്ള തപാൽ ഒരു ബാഗിനകത്ത് വരും. അത് സോർട്ട് ഔട്ട് ചെയ്ത് ട്രെയിനീസിനുള്ള വേറെ വെക്കും. അതിൽ ബാച്ച് വൈസ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ പ്രോയസം ബാച്ച് നമ്പർ 70 ആണ്. അത് ഒരു കെട്ടായിട്ടുണ്ടാവും. ഇതെടുത്തുകൊണ്ട് ഹോസ്റ്റലിൽ വരുന്നത് ഞാനാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഗോപിനാഥൻ ഉണ്ണി, പിന്നെ അന്ന് മൈസൂർ ഡിവിഷനിലേക്ക് അലോട്ട്മെൻ്റായി വന്ന ഒരു കരീം, ഇവർ രണ്ടുപേരുമാണ് വിവാഹിതരായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഗോപിനാഥൻ ഉണ്ണി ഏറ്റവും പ്രായം കൂടിയ ആൾ, കബീർ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ താഴ്ന്ന പ്രായമുണ്ടായിരുന്ന 20 വയസ്സിനടുത്ത് മാത്രം പ്രായമുണ്ടായിരുന്ന കരീം അന്നേ വിവാഹിതനായിരുന്നു. 32 വയസ്സുള്ള ഗോപിനാഥൻ ഉണ്ണിക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു. അതിന് കത്തുകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കരീം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. കരീം എപ്പോഴും റെഡിയാകാൻ വൈകും. അവനിങ്ങനെ എപ്പോഴും വേർത്തിട്ടാണ്. ഞാൻ വളരെ വേഗം റെഡിയായി അവിടെ പോയി ഈ കത്തെല്ലാം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കത്തെടുത്തിട്ട് ബാക്കി കരീമിൻ്റെ കത്തൊന്ന് ഒളിപ്പിച്ച് വെക്കും. കരീമിന് കത്തെഴുതുന്നത് ഉമ്മു ഹബീബയാണ്, അവൻ്റെ ഭാര്യ. ആ പേര് ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. വളരെ രസകരമായ പല പറ്റിക്കലുകളും. ഒരിക്കലും അവനെ വഞ്ചിച്ചിട്ടില്ല. ഒരു കത്തും കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു കത്തും അതിന് മുമ്പ് വായിച്ച് നോക്കിയിട്ടുമില്ല. കത്തുകൾ വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കണം എന്നുള്ളൊരു കണ്ടീഷനിൽ ഒരു ദിവസം ഒരു കത്ത് അവന് കൊടുത്തു. അവൻ്റെ 3-4 സെൻറ്റൻസ് അവനെ കൊണ്ട് വായിപ്പിച്ചപ്പോൾ അത് ക്രൂരമായ വിനോദമാണെന്ന് തോന്നിയോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കുകയും പിന്നെ കത്തുകൾ കൊണ്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അന്ന് അവിടുത്തെ റീഡിങ് മെയിൻറ്റെയിൻ ചെയ്തത് ഞാനായിരുന്നു. 2 പത്രങ്ങൾ വരുത്തും. അത് പുറത്തു പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരണം. വൈകുന്നേരമൊക്കെ എല്ലാവർക്കും വായിക്കാൻ കിട്ടും. അതിന് മാസം ഉള്ള അതിൻ്റെ പൈസ കൊടുക്കാനുള്ള പൈസ കളക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷനും അന്ന് ഞാനാണ് ചെയ്തിരുന്നത്. തൃശ്ശാപ്പള്ളി വളരെ വലിയൊരു ചന്തയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഗാന്ധി മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് മദ്രാസിലെ തന്നെ കരിമ്പ് ശർക്കരയുടെ ഏറ്റവും വലിയ സെൻറ്ററും ആ ഏരിയയാണ്, മാർക്കറ്റിൻ്റെ മുമ്പിലാണ്. അത് അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം നമ്പ്യാരേട്ടൻ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നമ്പ്യാരും ഉണ്ണിയും ഞാനും കൂടെ ഈ ഗാന്ധി മാർക്കറ്റിൽ പോയി. അത് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ വലിയ, പക്ഷെ ഞാൻ അതിന് മുമ്പ് അത്രയും കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും, വളരെ വലിയൊരു ഒരു പ്രദേശം മുഴുവൻ, റോഡ് മുഴുവൻ ഈ കരിമ്പിൻ്റെ പൊടിയായിട്ടാണ് വരുന്നത്. പൊടിയായിട്ട് വന്നിട്ട്
ചാക്കിലും മറ്റും അത് നിറയ്ക്കുന്ന പണികൾ. റോഡിലാണ് കരിമ്പിൻ്റെ ശർക്കര പൊടി കൊണ്ടുവന്ന് കൊട്ടുക. അതെന്നിട്ട് ചാക്കിൽ നിറയ്ക്കുന്ന കടകളാണ് നിരന്ന് അവിടെ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ മാർക്കറ്റിലേക്കുള്ള അതിൻ്റെ അറ്റത്തായിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാത്തരം പച്ചക്കറികളും ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത, അന്ന് എൻ്റെ നാട്ടിലൊക്കെ അപൂർവ വസ്തുവാണ് ഉരുളക്കിഴങ്ങ്, സബോള, ക്യാബേജ്, ബീറ്റ്റൂട്ട്, അങ്ങനെ നമ്മളിപ്പോൾ പറയപ്പെടുന്ന ഈ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് എന്ന് പറയുന്നൊന്നും എൻ്റെ നാട്ടിലൊന്നും പരിചയമുള്ള സാധനങ്ങളില്ല. ഞങ്ങൾക്ക് പച്ചക്കറി ചേന, ചേമ്പ്, കുമ്പളങ്ങ, വെള്ളരിക്ക, മത്തൻ ഇതൊക്കെയായിരുന്നു അതുവരെ പരിചയം ഉണ്ടായിരുന്ന പച്ചക്കറികൾ. അങ്ങനെ പച്ചക്കറികളുടെ പരിചയമില്ലാത്ത പച്ചക്കറികളുടെ ഒരു വിശാല ലോകത്തിലേക്ക് ആണ് ആ മാർക്കറ്റ് എന്നെ എത്തിച്ചത്. പിന്നീടൊരു ആവശ്യത്തിന് ഞാൻ അവിടുന്ന് പച്ചക്കറി മേടിച്ച് എൻ്റെ നാട്ടിൽ കൊണ്ടുപോകവരെ ഉണ്ടായി. അവിടെ അത് കണ്ടവരെല്ലാം വലിയ അത്ഭുതപ്പെടുകയും എനിക്ക് ഭക്ഷണത്തിനോടുള്ള എൻ്റെ പ്രേമം അവർക്ക് വീണ്ടും ഒരു പരിഹാസ വിഷയം പോലെ ആവുകയൊക്കെ ചെയ്തു. റെയിൽവേയിലെ വേജ് പീരീഡ് എന്ന് പറയുന്നത് മറ്റ് സാധാരണ ജീവനക്കാരുടെ വേജ് പീരീഡ് പോലെയല്ല. പലർക്കും പലതാണ് വേജ് പീരീഡ്. അന്ന് പാലക്കാട് ഡിവിഷനിലെ ട്രാഫിക് സ്റ്റാഫിൻ്റെ വേജ് പീരീഡ് ഒരു 11-ാം തീയതി മുതൽ അടുത്ത 10-ാം തീയതി വരെയാണ്. റെയിൽവേയിലെ വേറൊരു പ്രത്യേകത ട്രെയിനിങ് പീരീഡിന് ശമ്പളം കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ശമ്പളത്തിന് എലിജിബിളാണ്. ഞങ്ങൾ 19-ാം തീയതി ജോയിൻ ചെയ്തുകൊണ്ട് അടുത്ത മാസം 10-ാം തീയതി വരെ, മാർച്ച് 19 മുതൽ ഏപ്രിൽ 10 വരെയുള്ള ശമ്പളമാണ് ഞങ്ങൾക്ക് ഏപ്രിൽ 10 കഴിഞ്ഞ് ഒരു ദിവസം കിട്ടുക. അത് പാലക്കാട് ഡിവിഷൻ വേണം അത് വഹിക്കാൻ. പാലക്കാട് ഡിവിഷൻ ഈ പണം തൃശ്ശാപ്പള്ളി ഡിവിഷനിലേക്ക് അയക്കും. തൃശ്ശാപ്പള്ളി ഡിവിഷനിലെ കാഷ്യർ ഞങ്ങൾക്ക് ഇത് പേഴ്സണലായിട്ട് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് പാലക്കാട് ഡിവിഷനിലുള്ള എല്ലാ പ്രൊയേഴ്സൻസും ഓഫീസിലേക്ക് എത്തണം, അവർക്ക് സാലറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രതിഫലം 185 രൂപയായിരുന്നു എന്നാണ് ഓർമ്മ. 1973 ആ 185 രൂപ അവിടുന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് 37 കൊല്ലം ശമ്പളം വാങ്ങിച്ചു. ഒരു കൊല്ലത്തിൽ 10 കൊല്ലത്തിൽ ചെല്ലാൻ ഇപ്പോൾ പെൻഷനും വാങ്ങിച്ചു. എത്രയോ പണം റെയിൽവേയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് തൃശ്ശാപ്പള്ളി പോയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയത്. എനിക്കും നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ എന്നെ യാത്ര അയക്കാൻ വേണ്ടി അന്നത്തെ ഒലവക്കോട്ടേക്ക് വന്ന എൻ്റെ സുഹൃത്ത് ജോർജിനും ഒരേ തരം ഷർട്ടിൻ്റെ പീസ് ഓരോന്ന് വാങ്ങിച്ചു. അതിനുമുമ്പ് നമ്പ്യാർ ട്രെയിനിങ് സംബന്ധമായി ലൈൻ ട്രെയിനിങ് ഉണ്ട്. അതിന് മദ്രാസ് പോയപ്പം എനിക്ക് ഒരു പാൻറ്റിൻ്റെ ബിറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നു. അത് തൃശ്ശാപ്പള്ളി ജംഗ്ഷനിലുള്ള ടൈലറുടെ അടുത്ത് കൊണ്ടുപോയി തയ്പ്പിച്ചു. അങ്ങനെ എനിക്ക് ആദ്യമായി ഒരു സിവിൽ പാൻസ് ഉണ്ടായി. നീല നിറത്തിലായിരുന്നു, ലൈറ്റ് ബ്ലൂ നിറമായിരുന്നത്. ആ ടൈലറിന് ഇപ്പോൾ നല്ല ഓർക്കണം, സ്റ്റൈൽ ഫിറ്റ് എന്നായിരുന്നു അവരുടെ ടൈലറിങ് സ്ഥാപനത്തിൻ്റെ പേര്. അവൻ്റെ ക്യാപ്ഷൻ ഗോഡ് മേക്സ് എ മാൻ, ദ ടൈലർ മേക്സ് ഹിം എ ജെന്റിൽമാൻ എന്നായിരുന്നു. പരസ്യത്തിന് അവർ എഴുതി വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അവിടെ കൊണ്ടുപോയി ഇതൊക്കെ തയ്പ്പിച്ചു. അങ്ങനെ അവിടെ നിർബാധം ട്രെയിനിങ് മുമ്പോട്ട് പോയി. ടെലഗ്രാഫി ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ശ്രീനിവാസൻ, ഞങ്ങളുടെ വാർഡൻ, അയാളായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ചാർജ്. വേറെ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു. അവരുടെ ചീഫായിട്ട് ഒരു ലൂയിസ് ഉണ്ടായിരുന്നു. ഈ ലൂയിസ് ആയിരുന്നു അന്നത്തെ മോഡൽ റൂമിൻ്റെ ചാർജുള്ള അധ്യാപകൻ. ഇവർ റെയിൽവേയിലെ ഓരോ ഗ്രേഡിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അങ്ങനെ ഈ ശ്രീനിവാസൻ കുറച്ച് ചടുലമായി സംസാരിക്കുന്ന, കുറച്ച് സ്ട്രിക്റ്റ് ആകാൻ ശ്രമിക്കുന്ന ഒരു സാധു മനുഷ്യനും, സുബ്രഹ്മണ്യം സാധുവായ ഒരു സാധു മനുഷ്യനും ആയിരുന്നു. ലൂയിസ് തമാശ പറയുന്ന, കുറച്ച് തടിച്ച ശരീരമുള്ള, കറുത്തിട്ടുള്ള ഒരു ആളായിരുന്നു. ഇവരെല്ലാം കൂടി ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം അത് പഠിപ്പിച്ചു. വലിയ ബുദ്ധിമുട്ടില്ല, ഞങ്ങളെല്ലാവരും ഒരു പ്രത്യേക വേഗതയിലെത്തി. ശ്രീനിവാസനാണ് ഞങ്ങളെ ആ വേഗതയിൽ എത്തിച്ചത്. സുബ്രഹ്മണ്യം വന്നപ്പോൾ പറഞ്ഞു, ഇത്രയൊന്നും വേഗത ആവശ്യമില്ല നമുക്ക്, നിങ്ങളിപ്പോൾ 24 വേർഡ് സ്പീഡിലാണ് പോകുന്നത്, റെയിൽവേയിൽ 18 വേർഡിൻ്റെ സ്പീഡേ ആവശ്യമുള്ളൂ എന്ന് സുബ്രഹ്മണ്യം ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ടെലഗ്രാഫിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് GRS പഠിക്കാൻ പോകുന്നത്. അതാണ് ശരിയായ ASM ട്രെയിനിങ്. GRS എന്നാൽ ജനറൽ റൂൾസ് ഓഫ് സേഫ്റ്റി.
അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൊമേഴ്ഷ്യലും പഠിക്കണം. ജനറൽ റൂൾസ് ഓഫ് സേഫ്റ്റി റെയിൽവേയിലെ തീവണ്ടി ഗതാഗതത്തിനെ നിയന്ത്രിക്കുന്ന നിയമസംഹിതയാണ്. അതിൻ്റെ എല്ലാ കോഡ് ഓഫ് കോണ്ടക്റ്റുകളും ഓരോ സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്ന ഒരു നിയമസമുച്ചയമാണ് ജനറൽ റൂൾസ് ഓഫ് സേഫ്റ്റി. ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും അത് പഠിച്ചിരിക്കണം. അതിൽ സിഗ്നൽസ് ഉണ്ട്. സിഗ്നൽസിനെ പറ്റി മാത്രം പ്രതിപാദിക്കുന്ന ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെയിൽവേ പറ്റിയുള്ളത് അതിനകത്ത് പഠിപ്പിക്കുന്നത്. ഞങ്ങളെ GRS എടുത്തിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ BN ഗോപാലാണ്. അവിടെ മാസം തോറും വളരെ രസകരമായൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പാസിംഗ് ഔട്ട് പരേഡ്. ഞങ്ങൾ ഇനീഷ്യൽ ട്രെയിനിങ്ങിനുള്ള ആൾക്കാർ ഉള്ളതുപോലെ തന്നെ റിഫ്രഷർ കോഴ്സിനും ഒക്കെ വരുന്ന 5 കൊല്ലം കൂടുമ്പോൾ എല്ലാ സ്റ്റേഷൻ മാസ്റ്ററും റിഫ്രഷർ കോഴ്സിന് പോകണം, എല്ലാ ഗാർഡും റിഫ്രഷർ കോഴ്സിന് വരണം. അങ്ങനെയുള്ള കോഴ്സിന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ 21 ദിവസം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്കൊരു പാസിംഗ് ഔട്ട് പരേഡ് ഉണ്ട്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഗ്രൗണ്ടിൽ നിരന്ന് നിൽക്കും. റെയിൽവേയുടെ തന്നെ RPF ബാൻഡ് വരും, കാജാമലയിൽ നിന്ന് വരുന്ന. കാണാതെ പഠിച്ചതുപോലെ വയറിൻ്റെ താഴെ കൈകൾ കെട്ടി ഖാദർ ഖാൻ ഞങ്ങളെ അതിൽ സംസാരിക്കുന്നത്, എല്ലാവർക്കും ഓട്ടോ താങ്ക്സ് പറയുന്ന വളരെ രസകരമായ രംഗമൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. അപ്പോൾ നിലവിലുള്ള ട്രെയിനീസിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പുറത്തേക്ക് പോകുന്ന ട്രെയിനീസ്. അവർ RC കഴിഞ്ഞവരായാലും ഇനീഷ്യൽ കോഴ്സ് കഴിഞ്ഞവരായാലും ഇവരിങ്ങനെ പോകുമ്പോൾ അവിടെ വീണ്ടും അവശേഷിക്കുന്ന ട്രെയിനീസ് അവരുടെ മുകളിൽ ഒരു പുഷ്പവൃഷ്ടി നടത്തും. ഇതൊക്കെ വളരെ ഇന്നാലോചിക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളായിരുന്നെന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ ഗൗരവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. GRS പഠിച്ചു. അത് എൻ്റെ കൂടെ കൊമേഴ്ഷ്യൽ പഠിക്കണമായിരുന്നു. BN ഗോപാലൻ GRS പഠിപ്പിക്കുമ്പം ഞങ്ങളെ ബ്ലോക്ക് റൂൾസ് പഠിപ്പിച്ചിരുന്നു. അത് VRG മേനോൻ ആയിരുന്നു ബ്ലോക്ക് റൂൾസ് എടുത്തിരുന്നത്. അവിടെ ഈ മോഡൽ റൂം എന്ന് പറയുന്ന ഒരു വലിയ റെയിൽവേ പാളം എന്ന് പറഞ്ഞാൽ പാളം വളരെ ചെറുതാണ്, കുട്ടികളുടെ ടോയ് ട്രെയിൻ ഓടുന്ന പോലെയുള്ള, പക്ഷെ വളരെ നീളമുള്ള പലതരം റെയിൽവേ സ്റ്റേഷനുകളുള്ള ഡബിൾ ലൈൻ, സിംഗിൾ ലൈൻ, പല എഞ്ചിനുകൾ, ബാറ്ററി കൊണ്ട് ഓടുന്ന പല എഞ്ചിനുകൾ, സിഗ്നൽ ക്ലിയറായി കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിനുകളുള്ള സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വണ്ടിക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെയിൽവേ ലൈനിനെ മുഴുവൻ ബ്ലോക്ക് സെക്ഷനായിട്ടും സ്റ്റേഷൻ സെക്ഷനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേഷൻ സെക്ഷനിൽ സിമ്പിളായി പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ നിർദ്ദേശമനുസരിച്ച് എഞ്ചിന് മുമ്പോട്ടും പുറകോട്ടും പോകാം. പക്ഷേ ആ എഞ്ചിന് ബ്ലോക്ക് സെക്ഷനിലേക്ക് കിടക്കണമെങ്കിൽ അത് അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ അനുവാദം കൂടെ വേണം. ഇത് ഉറപ്പാക്കാനാണ് പണ്ട് ഈ ടോക്കണും അതിനുള്ള ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ റെയിൽവേയിലുണ്ടായിരുന്നത്. വളരെ കാര്യം അത്രയേ ഉള്ളൂ. ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ പരിധി തീരുന്നത് സിഗ്നലിലാണ്. പുറത്തേക്ക് പോകാനുള്ള സിഗ്നൽ, അകത്തേക്ക് വരാനുള്ള സിഗ്നൽ, അടുത്തേക്ക് വരാനുള്ള സിഗ്നൽ ഹോം സിഗ്നൽ എന്ന് പറയും. പുറത്തേക്ക് പോകാനുള്ള സിഗ്നൽ സ്റ്റാർട്ടർ അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റാർട്ടറാണ്. ഈ പരിധി വിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഡ്രൈവർക്ക് അടുത്ത സ്റ്റേഷൻ മാസ്റ്ററുടെ അനുവാദം ഉണ്ട് എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് ഈ ടോക്കൺ. അതൊരു സേഫ്റ്റി ഉറപ്പാക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേഷനിൽ നിന്നൊരു ട്രെയിൻ അടുത്ത സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടാൽ യാതൊരു സാഹചര്യത്തിലും അടുത്ത സ്റ്റേഷനിൽ ഇങ്ങോട്ട് ട്രെയിൻ പുറപ്പെടാൻ പറ്റില്ല. പെട്ടെന്ന് നിർത്താൻ പറ്റാത്തൊരു വാഹനമാണ് തീവണ്ടി. തൊട്ടു മുമ്പിൽ വേറൊരു തീവണ്ടി വന്നാൽ ഡ്രൈവർക്ക് ഒരു നിവൃത്തിയില്ല നിർത്താൻ. അദ്ദേഹം നിസ്സഹായനായി നിൽക്കുകയുള്ളൂ. അത് ഇല്ല എന്നുറപ്പാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ 90 കിലോമീറ്ററിലോ 100 കിലോമീറ്ററിലോ 120 കിലോമീറ്ററിലോ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വേഗതയിൽ പോകാം എന്നുള്ള ഗ്യാരണ്ടിയാണ് ഈ ടോക്കൺ. അത് മാറിപ്പോയി. ടോക്കൺ എല്ലാം മാറി, ടോക്കൺ ഇല്ലാത്ത ഇത് വന്നു. അന്ന് ഡ്രൈവർക്കുള്ള ഗ്യാരണ്ടി സിഗ്നൽ ക്ലിയർ ചെയ്താൽ ആ ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ നിന്നുള്ള അനുവാദം ഉണ്ട് എന്നുള്ള അറിവാണ്. റെയിൽവേയിൽ ശരിക്കും വികസിച്ച വളരെയധികം മുമ്പോട്ട് വന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ സിഗ്നലിനെ പറ്റി പറയുമ്പം അതിന് ചെറിയ ചരിത്രമുണ്ട്. ആദ്യമായിട്ട് എവിടെയോ ഒരു തീവണ്ടി ഓടിച്ചപ്പം ഒരറ്റത്തു നിന്ന് മറ്ററ്റം വരെ ഒറ്റ ട്രെയിൻ ഓടുമ്പോൾ സിഗ്നൽ ആവശ്യമില്ല.
കുറച്ചുകൂടെ ട്രെയിൻ ഓടേണ്ടി വന്നപ്പോൾ ഇടയ്ക്ക് സ്റ്റേഷനുകൾ തുടങ്ങി. ഇടയ്ക്ക് സ്റ്റേഷനുകൾ തുടങ്ങിയപ്പോൾ അവിടെ ട്രെയിനുകൾ നിർത്തേണ്ടി വന്നു. അപ്പോൾ അവിടെ വേറെ ലൈൻ ഇടേണ്ടി വന്നു. അപ്പോൾ പോയിൻറ്റ്സ് ഉണ്ടായി. അപ്പോഴാണ് സിഗ്നൽ വന്നത്. തീർച്ചയായിട്ടും ആദ്യം ഒരു ജീവനക്കാരൻ പോയി അവിടെ കൊടി കാണിച്ച് നിൽക്കുന്ന ആയിരുന്നിരിക്കണം രീതി. അതിനൊരു ജീവനക്കാരൻ കണ്ടുപിടിച്ചൊരു കുറുക്കുവഴിയായിരിക്കും അവിടെ ഒരു സിഗ്നൽ വെച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് വലിച്ച് അത് താത്തി കൊടുക്കുന്നത്. ആദ്യം വന്ന സിഗ്നലുകൾ സെമാഫോർ സിഗ്നലായിരുന്നു ട്രാക്കിൽ വന്നത്. അതിൻ്റെ ആരംഭം അങ്ങനെ ആയിരുന്നിരിക്കാനാണ് സാധ്യത. ഏതായാലും ഞങ്ങളൊക്കെ വരുമ്പം ഇൻ്റർലോക്ക്ഡ് ഇല്ലാത്ത സ്റ്റേഷൻ, പാർഷ്യലി ഇൻ്റർലോക്ക്ഡ് സ്റ്റേഷൻ, ഫുള്ളി ഇൻ്റർലോക്ക്ഡ് സ്റ്റേഷൻ, പാനൽ ഇൻ്റർലോക്ക്ഡ് സ്റ്റേഷൻ, റൂട്ടിലെ ഇൻ്റർലോക്ക്ഡ് സ്റ്റേഷൻ, അങ്ങനെ ഈ സ്റ്റേഷനിലെ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം അത്ര എളുപ്പം വിശദീകരിക്കാവുന്നൊരു കാര്യമല്ലത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. ഇതിൻ്റെ എല്ലാം ബേസിക്ക് ഞങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നു. എന്താണ് ഒരു നോൺ ഇൻ്റർലോക്കിംഗ് സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യേണ്ടത്, എന്താണ് ഒരു പാർഷ്യലി ഇൻ്റർലോക്കിംഗ് സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യേണ്ടത്, ഒരു ഫുള്ളി ഇൻ്റർലോക്കിംഗ് സ്റ്റേഷനാണെങ്കിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ സോൺ ട്രെയിൻ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു.